നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ, തനിമ സ്പെഷ്യൽ ന്യൂസ്. പീഡനക്കേസിലെ പ്രതിയുടെ വിവരങ്ങൾ പോലീസിൽ പറഞ്ഞു എന്ന സംശയത്തിൽ കുടിവെള്ളത്തിൽ കീടനാശിനി കലർത്തി കൊലപ്പെടുത്താൻ ശ്രമമെന്ന് പരാതി. ആര്യനാട് കാനക്കുഴി കുരുവിയോട് അൽത്താഫ് മൻസലിൽ സീനത്ത് നൌഷാദ് ദമ്പതികളാണ് ഇത് സംബന്ധിച്ച് ആര്യനാട് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം രാത്രി സീനത്തിന്റെ പിതാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പിതാവിന്റെ വീട്ടിൽ പോയി മടങ്ങി വരികയും ഈ സമയം വീടിന്റെ പരിസരത്ത് കിണറിന്റെ മുകളിലായി നീല നിറത്തിലുള്ള പൊടിയും മറ്റും കാണുകയും ചെയ്തത്. ഇതിനിടെ രാവിലെ ഭർത്താവായ നൌഷാദ് ജോലിക്ക് പോയിരുന്നു. തുടർന്ന് വയറിന് സുഖമില്ല എന്ന് പറഞ്ഞ് വിളിക്കുകയും ചെയ്തു. ഇതോടെ സംശയം ബലപ്പെട്ട് വീട്ടിലെ CCTV പരിശോധിച്ചപ്പോൾ അയൽവാസി വീടിന്റെ പരിസരത്ത് അതിക്രമിച്ച് കയറി കിണറിന് സമീപത്ത് ഉൾപ്പെടെ പൊടി വിതറുന്നത് ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ളതായി കണ്ടു. ഒരു സംശയത്തിന്റെ പേരിൽ കുടിവെള്ളത്തിൽ കീടനാശിനി പോലെ ഏതോ പൊടി കലർത്തി തങ്ങളെ അപായപ്പെടുത്താൻ അയൽവാസികൾ ശ്രമിക്കുകയാണെന്നും ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും വീട്ടുകാർ പറയുന്നു. മുൻപ് 20ഓളം പശുക്കൾ ഉണ്ടായിരുന്നപ്പോൾ ഇവയ്ക്ക് കൂട്ടത്തോടെ വയറിന് അസുഖം ബാധിച്ചിരുന്നു. ഇപ്പോഴത്തെ സംഭവം കാണുമ്പോൾ അതും ഇയാളുടെ അതിക്രമം ആണെന്നാണ് മനസ്സിലാക്കുന്നതെന്നും തങ്ങൾക്കും ജീവനും സ്വത്തിനും സംരക്ഷണം വേണമെന്നും പ്രായമായവരും കുട്ടികളും ഉൾപ്പെടെ താമസിക്കുന്ന തങ്ങൾക്ക് ഇയാളുടെ ഭീഷണിയിൽ നിന്നും നിയമ സംരക്ഷണം നൽകണമെന്നും പോലീസ് ഇടപെട്ട് കിണറ്റിലെ വെള്ളത്തിന്റെയും പുരയിടത്തിലെ കിണറ്റിലും വിതറിയ പൊടിയുടെ സാമ്പിൾ എടുത്ത് പരിശോധന നടത്തി നടപടി സ്വീകരിക്കണമെന്നും സീനത്തും നൌഷാദും തനിമ ന്യൂസിനോട് പറഞ്ഞു. ചൊവ്വാഴ്ച എന്ന രാത്രി 12 മണിക്ക് ശേഷം നടന്ന സംഭവമായിരിക്കാം. ഞങ്ങൾ കാണുന്നത് ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് കാണുന്നത്. ഉച്ചയ്ക്ക് ഞാൻ രാവിലെ ഇവിടുന്ന് പണിക്ക് പോയി, നെടുമങ്ങാടേക്ക് വഴയിലേക്ക് പണിക്ക് പോയി. രാവിലെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ചായ ഇട്ട് കുടിച്ചുകൊണ്ട് പോയി എനിക്ക് അവിടെ പോയപ്പോൾ ചെറിയ ലൂസ് മോഷൻ ഉണ്ടായിരുന്നു രാവിലെ. എന്നിട്ട് ഞാനത് കാര്യമായിട്ട് എടുത്തില്ല. അങ്ങനെ വീട്ടിൽ വന്ന് പറഞ്ഞ് ഇതുപോലെയാണ് കിണറിൻ്റെ മുകളിൽ നീല കളറിലുള്ള പൊടി കിടക്കുമെന്ന് പറഞ്ഞു. അത് നോക്കി 3:30 മണിയായപ്പം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് വ്യാഴാഴ്ചയിലൊന്ന് അവർ 3 മണിയായപ്പോൾ വന്ന് നോക്കിയിട്ട് ഇന്ന് രാവിലെ സ്റ്റേഷനിൽ പോകാൻ പറഞ്ഞ് പോയി. അവരെയും വിളിച്ച് നമ്മളുമായിട്ട് CCTV ദൃശ്യങ്ങളെല്ലാം അവരെ കാണിച്ചു കൊടുത്ത് സംസാരിച്ചു. അവനുമായിട്ട് യാതൊരു ഇതുമല്ല. പിന്നെ നമ്മളെ കാണുമ്പോൾ മൊത്തം ചീത്ത വിളിയും മുണ്ടുരിഞ്ഞ് കാണിപ്പുമാണ് അവൻ്റെ പരിപാടിയായിരുന്നത്. പല പ്രാവശ്യവും ഞാൻ കാണിച്ചിട്ടുണ്ട്. എൻ്റെ മക്കളെ നമ്മുടെ സ്കൂളിൽ പോകുന്ന സമയത്തെല്ലാം ചീത്ത വിളിക്കും. പിന്നെ പണ്ടൊരു പോസ്കോ കേസിൽ പ്രതിയാണ് പുള്ളിക്കാരൻ. ആ കേസ് കൂടിയാണ് നമ്മുടെ അടുത്ത് ദേഷ്യം കൂടിയത്. ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചൊരു കേസിലെ പ്രതിയാണ് പുള്ളിക്കാരൻ. അപ്പം ഇതെല്ലാം നടന്നിട്ട് നമ്മളടുത്ത് അന്ന് പോലീസിൽ നിന്ന് വന്ന് ചോദിച്ചിട്ടില്ല എന്താണ് കാരണം, നമ്മളെ ചോദിച്ചിട്ടില്ല. നമ്മൾ പണ്ട് മുതൽ കട തുടങ്ങിയ കാലം മുതൽ വ്യഞ്ജന സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങുമായിരുന്നു. ഞാനൊരു പ്രവാസിയായിരുന്നു കുറച്ച് കാലം. അപ്പോൾ വന്നതിന് ശേഷം ഇത് നടന്നതിന് ശേഷം എൻ്റെ മക്കൾ ആ കടയിൽ പറഞ്ഞു വിട്ട് സാധനം വാങ്ങിക്കുകയോ ഞങ്ങളൊന്നും വാങ്ങിക്കുകയോ ഒന്നും ഇല്ല. ഒരു സാധനം വാങ്ങിക്കില്ല. എൻ്റെ 18 പശു ഉണ്ടായിരുന്നു എൻ്റെ തൊഴിലിനകത്ത്. ഇതിന് വരെ ഒരു പ്രാവശ്യം വയറ്റിളക്കൊക്കെ ഉണ്ടായി. ഇദ്ദേഹം എന്ത് കലക്കി ഒഴിച്ചെന്ന് അറിയാൻ പറ്റില്ല. അതിന് ശേഷമാണ് ഞാൻ CCTV ക്യാമറ തൊഴിലിനകത്ത് വയ്ക്കുന്നത്. അപ്പം ഇപ്പം പുള്ളിക്കാരൻ പറയണമെന്ന് പറഞ്ഞാൽ നമ്മൾ അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് മൊത്തം ചീത്ത വിളിയാണ്. കഴിഞ്ഞ രണ്ടാഴ്ച ഞാൻ എൻ്റെ മക്കളെ കൊണ്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് തള്ളക്കുളിയാണ് ജോലി. മോശമായ രീതിയിലൊക്കെയാണ് നമ്മളടുത്ത് പെരുമാറുന്നത്. പക്ഷേ ഈ CCTV ദൃശ്യത്തിൽ ഈ ചൊവ്വാഴ്ച നിന്ന് നമുക്കിത് കണ്ടതിന് ശേഷം നമ്മൾ CCTV ക്യാമറ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ പുള്ളിക്കാരൻ സാധനം കൊണ്ടുവന്ന് നമ്മളെ സൈഡിൽ കൂടെ കൊണ്ടുവരുന്നതായിട്ട് നമ്മൾ കാണിച്ചു കൊടുത്ത് ഇതിനെ കൊണ്ട് നമ്മൾ CIക്കും പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നേർ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല അവർ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. എൻ്റെ പേര് നവാസ്. എനിക്ക് 2 മക്കൾ, എൻ്റെ ഭാര്യ, വാപ്പക്ക് 85 വയസ്സ് പ്രായമുണ്ട്. ഇത് ഞങ്ങൾ മരിച്ചു പോയ ആരാണ് സമാധാനം പറഞ്ഞത്? ചൊവ്വാഴ്ച നടന്ന സംഭവമാണ്. ചൊവ്വാഴ്ച നടന്നിട്ട് ഈ സംഭവം ഇത്രയും ദിവസമായിട്ട് അവർ ഈ കുടിവെള്ളത്തിന് വേണ്ടി ഒരു ഉത്തരവാദിത്തം എടുത്തിട്ടില്ല. ഈ കുടിവെള്ളം അവർ പറയുന്നത് നമ്മൾ കൊണ്ട് ലാബിൽ കൊണ്ട് പരിശോധിക്കും. നമ്മൾ ലാബിൽ കൊടുത്ത് പരിശോധിച്ചിട്ട് എന്താണ്, നമ്മൾ കൊടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ലാബ് പറയുന്നു എന്താണ് നമുക്കറിയില്ല എന്ന് പറഞ്ഞാൽ ഒരു തെളിവുമില്ല. ഇത് അതിൻ്റെ നിയമപരമായിട്ട് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യണം.